CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. തിരുമിറ്റക്കോട് അഖിലാണം മഠത്തിൽ പുഷ്പകത്ത് വാസുദേവൻ എന്ന കലാമണ്ഡലം വാസുദേവൻ അന്തരിച്ചു. 70 വയസ്സായിരുന്നു. CCTVയുടെ 19ാമത് വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം ശനിയാഴ്ച. വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം നേടിയ 600ഓളം പേരെ അനുമോദിക്കുന്നതിനൊപ്പം വിവിധ രംഗങ്ങളിൽ മികവ് പുലർത്തിയവരെയും ചടങ്ങിൽ ആദരിക്കും. ഇരുപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ ഭക്ഷ്യവിഷബാധ. കിണർ വെള്ളത്തിന്റെ പരിശോധനാ ഫലം പുറത്തുവന്നു. കോളിഫോം ബാക്ടീരിയയുടെയും ഈക്കോളിന്റെയും സാന്നിധ്യം കുടിവെള്ളത്തിൽ കണ്ടെത്തിയതായി ആരോഗ്യവകുപ്പ്. ചാവക്കാട് നഗരസഭാ പരിധിയിലെ വിവിധയിടങ്ങളിലുള്ള വെള്ളക്കെട്ട് പ്രശ്നത്തിൽ നഗരസഭ നടപടികൾ എടുക്കുന്നില്ല എന്നാരോപിച്ച് കൌൺസിൽ യോഗത്തിൽ ബഹളം. പ്രതിപക്ഷ കൌൺസിലർമാർ ലൈഫ് ജാക്കറ്റ് അണിഞ്ഞ് പ്രതിഷേധിച്ചു. ഇരുമപ്പെട്ടി പഞ്ചായത്ത് സൗജന്യമാണെന്ന് വാഗ്ദാനം ചെയ്ത് ആട്ടിൻകൂടും പശുത്തൊഴുത്തും നിർമ്മിച്ചു നൽകിയ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ബാങ്കിന്റെ ജപ്തി നോട്ടീസ്. നോട്ടീസ് ലഭിച്ചത് 19 തൊഴിലാളികൾക്ക്. പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തി. ഇരുമപ്പെട്ടി വെള്ളർക്കാട് കാട്ടുപന്നിയിടിച്ച് സ്കൂട്ടർ മറിഞ്ഞ് യാത്രക്കാരനായ യുവാവിന് സാരമായി പരിക്കേറ്റു. ചിറമനങ്ങാട് കുന്നത്ത് പീടികയിൽ അബൂബക്കറിന്റെ മകൻ 20 വയസ്സുള്ള ഇർഷാദിനാണ് പരിക്കേറ്റത്. എടക്കഴിയൂർ ചങ്ങാടം റോഡിൽ കാർ പാടത്തേക്ക് മറിഞ്ഞു. സമയോചിതമായ നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് വൻ അപകടം ഒഴിവായി. കുന്നംകുളം തെക്കേപ്പുറത്ത് നിയന്ത്രണം വിട്ട കാർ സ്വകാര്യ ഇന്റർനെറ്റ് കമ്പനിയുടെ പോസ്റ്റിൽ ഇടിച്ചുമറിഞ്ഞ് അപകടം. ആർക്കും പരിക്കില്ല. നീറ്റ് പരീക്ഷയിൽ മികച്ച വിജയം സ്വന്തമാക്കിയ ആദൂർ കല്ലഴിവളപ്പിൽ സമീഹയെ കുന്നംകുളം ഫിഷ് മാർക്കറ്റ് INTUC യൂണിയൻ അനുമോദിച്ചു. വടക്കേക്കാട് വയലേരി പീടികയ്ക്ക് സമീപം ഓട്ടോ തടഞ്ഞു നിർത്തി യുവാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിലെ പ്രധാന പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചമ്മന്നൂർ സ്വദേശി മുണ്ടാറയിൽ 28 വയസ്സുള്ള ഷിഫാനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. TD രാമകൃഷ്ണന്റെ ഫ്രാൻസിസ് ഇട്ടിക്കോരിയെക്കുറിച്ച് മമ്മൂട്ടി പങ്കുവച്ച ഫേസ്ബുക്ക് വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ ഇന്നും വൈറലായി തുടരുമ്പോൾ പുസ്തകത്തിന്റെ 2ാം ഭാഗമായ കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ പ്രസിദ്ധീകരണം ആരംഭിച്ചു. കടപ്പുറം മുനക്കടവിൽ വനിതാ മാധ്യമ പ്രവർത്തകയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ 6 പേർ അറസ്റ്റിൽ. ഓൺലൈൻ ന്യൂസ് ചാനൽ റിപ്പോർട്ടർ KS പാർവതിക്ക് നേരെയാണ് കയ്യേറ്റ ശ്രമം ഉണ്ടായത്. അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ ഇറാനിൽ നടത്തുന്ന കൂട്ടക്കുരുതിക്കെതിരെ CPM എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി പ്രകടനവും പൊതുയോഗവും നടത്തി. CPIM പന്നിത്തടം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിത്തടം സെന്ററിൽ സാമ്രാജ്യത്വ യുദ്ധവിരുദ്ധ റാലിയും പൊതുയോഗവും നടത്തി. വടക്കേക്കാട് ICI ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSSന്റെ നേതൃത്വത്തിൽ ജീവിതമാണെന്റെ ലഹരി എന്ന വിഷയത്തെ ആസ്പദമാക്കി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. തൃശൂർ CBSE സഹോദയ കോംപ്ലക്സ് നേതൃത്വത്തിൽ ജില്ലയിലെ CBSE സ്കൂളുകളിലെ 10-12 ക്ലാസുകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാലയങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ആദരമൊരുക്കി. നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പട്ടിക്കര സ്വദേശിനി ഉമ്മുക്കുൽസുവിനെ അനുമോദനവുമായി പിതാവിന്റെ സഹപാഠികൾ. കേച്ചേരി അല്ലമീൻ ഹൈസ്കൂളിലെ 1984-85 വർഷത്തെ SSLC ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്ന അമ്പലത്ത് വീട്ടിൽ സത്താറിന്റെ സഹപാഠികളാണ് മകളായ ഉമ്മുക്കുൽസുവിനെ അനുമോദിച്ചത്. സാഹിത്യ സമിതി ഏർപ്പെടുത്തിയ അശോകന ആലപ്പാട്ട് സ്മാരകമായ അവാർഡ് ദൃശ്യ പത്മനാഭൻ ഏറ്റുവാങ്ങി. ഡോക്ടർ NR ഗ്രാമപ്രകാശ് പുരസ്കാര സമർപ്പണം നടത്തി. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ 2025-26 അധ്യയന വർഷത്തെ ആദ്യ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് യോഗം കുന്നംകുളം SI സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.